ഹേ ഗൈസ്, അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ ലൈഫൊക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി. അവിടുന്ന് തിരിച്ച് നാട്ടിൽ വരേണ്ട വന്നു. കാര്യം ഡെങ്കു പോസിറ്റീവായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻ്റ് എടുത്തു. പരുമലയായിരുന്നു. പരുമലയിലെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് 7 ദിവസം നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി. ഇന്ന് തിരിച്ചു പോവുക. അപ്പം ബാംഗ്ലൂർ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോസും ഇവിടെ പരുമലയിലെ കുറച്ച് വീഡിയോസും എല്ലാം കാണിക്കാം. ഫസ്റ്റ് ഡേ വയ്യാതെ വന്നപ്പോൾ നമ്മൾ NRRലാണ് പോയത്. പക്ഷേ അവർ 2 കൈ അവർ കുത്തിപ്പറിച്ച്, അതായത് അവർ എൻ്റെ കയ്യിലായിരുന്നു തോന്നുന്നു അവർ ക്യാനുല ഇടാൻ പഠിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേ നമ്മൾ ധനന്തിരിയിലാണ് പോയത്. അവിടെ ചെന്നപ്പം എന്നെക്കാളിലും കഷ്ടമായിട്ട് കുറേ എണ്ണം അവിടെ. ആർക്കും വയ്യായിരുന്നു. അപ്പം എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2.5 മണിക്കൂറത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട റിസൾട്ടൊക്കെ വന്നു. നൈസായിട്ട് ഡെങ്കു പോസിറ്റീവ്. എൻ്റെ ബൈസ്റ്റാൻഡർ. അങ്ങനെ ഈ റൂമിലോട്ട് പോവുക. ഹാപ്പി അല്ലേ സാറേ? ഇന്നലെ ഇന്നുമായിട്ട് എല്ലാവരും കൂടെ എന്നെ കുത്തി പറിച്ച് 5 ഫുള്ള് ടോട്ടൽ ഇപ്പം 6 കുത്താ. എനിക്കറിഞ്ഞൂടാ, എല്ലാവരും കൂടെ കുത്തി പഠിച്ച് എനിക്ക് സന്തോഷമായി. നമ്മൾ ജസ്റ്റ് ഡെങ്കു പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ കോർഡിനേറ്റർ അന്നേരം മെസ്സേജ് ഇട്ടു, പേരൻസിനോട് വരാൻ പറ നാട്ടിൽ പൊക്കോളാൻ. അപ്പോൾ ലോക്കൽ ഗാർഡിയൻ ദിവ്യ ചേച്ചി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അന്നേരം തന്നെ ലീവ് മേടിച്ചിങ്ങി പോയിരുന്നു. പിന്നെ രാവിലെ അച്ഛൻ വിളിക്കാൻ വന്നു. വന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലുള്ള സമയം കിട്ടാതെ വന്നു, കുളിച്ചു, വെള്ളം കഴിച്ചു. അപ്പോഴേ നമ്മൾ ആശുപത്രിയിലോട്ട് ഇറങ്ങി. അങ്ങനെ പരുമല ചെന്നു. പരുമല രാവിലെ 11 മണിയായപ്പോൾ ചെന്നതാണ്. പക്ഷേ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത് 9 മണിയോളമായി. ആ ഡോക്ടറിൻ്റെ അടുത്ത് ഭയങ്കര ലാഗായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനൊക്കെയാണ് അമ്മ ഇടുന്നത്. കാര്യം അമ്മയാണ് അതിന് നിന്നത് മുഴുവൻ. ഒത്തിരി ഓടി, കഷ്ടമുണ്ട്. പിന്നെ എന്തോ ലക്കാന്ന് എനിക്ക് അറിഞ്ഞൂടെ, പരുമല പെരുന്നാളിൻ്റെ ടൈമിൽ തന്നെ എനിക്ക് വയ്യാതെ വന്നത്. അപ്പോൾ എന്തായാലും പരുമല പെരുന്നാളൂടെ കൂടാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.